നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ഒരു പ്ലാന്റ് നമുക്കിന്ന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബിഗോണിയുടെ ചോട്ടിൽ നിൽക്കുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ പേരെന്ന് പറയുന്നത് ക്രിപ്റ്റാന്തസ് എന്നാണ് കേട്ടോ. ചെടികളെ ഒരുപാട് സ്നേഹിക്കുന്ന മിക്കവർക്കും ഈ പ്ലാന്റ് പരിചയമുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു കളർ മാത്രമല്ല കേട്ടോ ഈ പ്ലാന്റിനുള്ളത്. ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വീടിന് പെയിന്റ് അടിച്ചപ്പം ഈ പ്ലാന്റ് ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ സംഭവം നമുക്ക് കാണാനും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നാണ് എനിക്ക് സാധനം കണ്ടുപിടിക്കാൻ പറ്റുന്നത് കേട്ടോ. ഇതേപോലെ കാണുന്ന റണ്ണർ വഴിയാണ് ഇതിന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത് കേട്ടോ. അതിന്റെ ചോട്ടിൽ നിന്നും പൊട്ടി മുളയ്ക്കാറുണ്ട്. അപ്പോൾ സംഭവം നമുക്ക് എന്തായാലും പുതിയൊരു പോട്ടിലേക്ക് മാറ്റിയിടാം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ മണ്ണ് അതുപോലെ നല്ല ഫ്രഷ് മണലുമാണ് കേട്ടോ. ഈ രണ്ട് സംഭവമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ എല്ലുപൊടി ആഡ് ചെയ്യാം. എല്ലുപൊടി, ചാണകപ്പൊടി, അങ്ങനത്തെ ഫെർട്ടിലൈസർ ആഡ് ചെയ്യാം കേട്ടോ. പോട്ടിൽ ഡ്രെയിനേജ് ഹോൾ അടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഓടിൻ്റെ പീസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോടെ നമ്മുടെ പോട്ടി മിക്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പ്ലാന്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പ്ലാന്റ് കൂടെ കിട്ടുമല്ലോ. നമ്മളൊരു സിസർ യൂസ് ചെയ്ത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ്സിൻ്റെ ചുവട്ടിലുള്ള ആവശ്യമില്ലാത്ത ലീഫും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നട്ടു കൊടുക്കാൻ. നമ്മളിതുപോലെ മണ്ണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പ്ലാന്റ് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഞാൻ 2 പ്ലാന്റാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. വാട്ടറിംഗ് ഒക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 2 ഇടവിട്ട ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചാൽ മതിയാകും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിംഗർ ടിപ്പ് മെത്തേഡ് യൂസ് ചെയ്ത് വേണം ഇതിന് വെള്ളം ഒഴിക്കാൻ. വാട്ടറിംഗ് ഓവറായി പോയാൽ നമ്മുടെ പ്ലാന്റ് ഉറപ്പായിട്ടും അഴുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു മീഡിയം സൺലൈറ്റുള്ള ഒരു ഇടത്ത് വെച്ചാൽ ഈ സംഭവം നല്ല തഴച്ച് വളർന്നോളും കേട്ടോ. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ വളർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ.